ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചന കേൾവിക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധർക്കും ക്രിസ്തയേശുവിൽ പ്രഭാതവന്ദനങ്ങൾ. മുലകുടി മാറിയ ഒരു കുഞ്ഞിനെ, രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്ന ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടതായൊരു നേഴ്സ് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തൻ്റെ മാറോട് ചാരി കരച്ചിൽ ആശ്വസിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ എന്തുമാത്രം ആശ്വാസമാണ് ആ കുഞ്ഞിന് തൻ്റെ ശരീരത്തിൽ അനുഭവപ്പെടാൻ കഴിയുന്നത്. ഒരു അമ്മയുടെ ആർദ്രത പോലെ സങ്കീർത്തനക്കാരൻ 55-ാം സങ്കീർത്തനം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ദൈവസന്നിധിയിൽ പലപ്പോഴും ഭാരപ്പെടുന്ന ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ആശ്വാസമാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മാറിൽ ചാരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. സങ്കീർത്തനക്കാരനോട് ചോദിച്ചാൽ, ആരാണ് അങ്ങേക്ക് ഭാരം വരുത്തുന്ന ശത്രുക്കൾ? അങ്ങേക്ക് ഭാരമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സങ്കീർത്തനം 1 ദൈവത്തിൻ്റെ ദാസനാകുന്ന ദാവീദ് ഇപ്രകാരം പറയുന്നു: പാപികൾ, ദുഷ്ടന്മാർ, പരിഹാസികൾ അവർ എനിക്ക് ഭാരം വരുത്തുന്നവരാണ്. അവർ ദൈവത്തിന് വിരോധികളാണ്, അവർ എൻ്റെ ശത്രുക്കളാണ്. ഒരു ദൈവപൈതലിൻ്റെ ശത്രു ദൈവത്തിൻ്റെ ശത്രുവാണ്. എന്നാൽ 2-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അത് രാഷ്ട്രങ്ങളെ എടുത്ത് കാണിക്കുന്നു, രാജ്യങ്ങളെ, രാജ്യത്തിൻ്റെ തലവന്മാരെ എടുത്ത് കാണിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു ഭൗതികമായ വിഷയത്തോടുള്ള ബന്ധത്തിലുള്ള ഒരു ഭാരമല്ല ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. ശത്രുവിൻ്റെ പരിഹാസത്തിൻ്റെ വാക്കുകൾ, നിന്ദയുടെ വാക്കുകൾ, കാണിച്ചു തരാം എന്ന് പറയുന്ന വാക്കുകൾ, നീ മുന്നോട്ട് പോകാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറയുന്ന വാക്കുകൾ, പരിഹാസത്തിൻ്റെ ചുവയോടെ നമ്മുടെ പേർക്ക് എയ്തുവിടുന്ന തീയമ്പുകളെ പോലെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഭാരം ഉള്ളിൽ വരുന്നെങ്കിൽ, ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ തിരുവചനം കേൾക്കുമ്പോൾ ആ ദൈവത്തോട് ചേർന്ന് നിന്ന് പറയാം: കർത്താവേ, എനിക്ക് വഹിക്കാൻ കഴിയില്ല, എൻ്റെ ഭാരം ഞാൻ അങ്ങയുടെ ചുമലിലേക്ക് ഞാൻ അർപ്പിക്കുകയാണ്. ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു നല്ല പിതാവ് നമുക്കുള്ളത് കൊണ്ട് ആ ഭാരത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അങ്ങ് കൈമാറുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെ ഇപ്രകാരം പറയുന്നു: വിചാരപ്പെടരുത്, ആകുലചിത്തപ്പെടരുത്. മനുഷ്യൻ പലപ്പോഴും ഭാരം വർദ്ധിക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. ഇന്നെല്ലാം ഉണ്ടെങ്കിലും നാളെയെക്കുറിച്ച് ഭാരപ്പെടുന്ന അവസ്ഥ, ഈ മാസം എല്ലാം ഉണ്ടെങ്കിലും അടുത്ത മാസം ഇനി എന്തു ചെയ്യും എന്ന് ഭാരപ്പെടുന്ന അവസ്ഥ. പ്രിയ ദൈവവേദലേ, ഈ തിരുവചനം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥകൾ, നെഹമ്യാവിൻ്റെ ഉള്ളിൽ ഒരു ഭാരമുണ്ടായിരുന്നു. എൻ്റെ രാജ്യത്തിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു, എൻ്റെ രാജ്യത്തിലെ എൻ്റെ സഹോദരി സഹോദരന്മാർ തകർന്നു പോകുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവൻ ഭീഷണി വരുന്നു. അതായിരുന്നു മൊർദെഖായിയുടെ ഭാരം. എന്താണ് നമ്മുടെ ഭാരം? ഇന്ത്യ നാളെ ആര് ഭരിച്ചാലും ഇന്ത്യയുടെ വിവിധ കോണുകളിൽ, തെരുവുകളിൽ എനിക്ക് പകരമായി സുവിശേഷവുമായി കടന്നുപോയ എൻ്റെ പ്രിയ സഹോദരങ്ങൾ, എൻ്റെ പ്രിയ സഹോദരിമാർ, അവർ ഏത് ഡിനോമിനേഷനോ ആയിക്കോട്ടെ, അവരെ ഓർത്ത് ഒരു ഭാരം നമ്മുടെ ഉള്ളിൽ തോന്നാറുണ്ടോ? ആരിന്ത്യ ഭരിച്ചാലും
എൻ്റെ ഭാരം അതായിരിക്കണം. നാളെയുടെ ദിവസങ്ങളിൽ ഭയം കൂടാതെ എന്നെ നടത്താൻ കഴിയുന്ന, എന്നെ വലങ്കരത്തിൽ വഹിച്ചിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് എൻ്റെ സഹോദരങ്ങളെ നടത്തും, എൻ്റെ കൂട്ടുവേലക്കാരെ നടത്തും. അവർ പുരോഹിതന്മാരായിരിക്കാം, അവർ കന്യാസ്ത്രീമാരായിരിക്കാം. നാം കേട്ട വാർത്തകൾ, മാസങ്ങൾക്ക് മുമ്പ് നാം കേട്ട വാർത്തകൾ ഭയാനകമാണ്. ആ ഭയപ്പെടുത്തുന്ന വാർത്തകൾ ചിന്തിച്ച് ആകുലചിത്തപ്പെടാതെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയാം, എൻ്റെ ഭാരം എൻ്റെ വേലയ്ക്കായി സമർപ്പിച്ച സഹോദരങ്ങളെക്കുറിച്ചാണ്. ആ ഭാരം ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഇന്ത്യയുടെ തെരുവുകളിൽ, ഇന്ത്യയുടെ പട്ടണങ്ങളിൽ ഇന്ത്യ യേശുവിനെ കാണുവാൻ സമർപ്പിച്ച സുവിശേഷകന്മാർ, പുരോഹിതന്മാർ, കന്യാസ്ത്രീകൾ, വിവിധ സഭാജനങ്ങൾ, അവർ സുരക്ഷിതരായിരിക്കുവാൻ, യേശുവിനെക്കുറിച്ച് പറയുവാൻ ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും അവർക്ക് ലഭിക്കുവാൻ, അതേ പ്രിയരെ, ആ ഒരു ഭാരം ഈ നാടുകളിൽ ഉണ്ടാകട്ടെ. നമ്മുടെ ഇന്ന് കാണുന്ന, നാളെ വാടുന്ന എന്തെങ്കിലും ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഭാരത്തേക്കാൾ ഉപരിയായി, സ്ഥായിയായി, കർത്താവേ, എൻ്റെ ഉള്ളിൽ മൊർദെഖായിയെ പോലെ, എൻ്റെ ഉള്ളിൽ എസ്രയെ പോലെ എൻ്റെ ജനത്തിൻ്റെ പാപം എൻ്റെ പാപമായി ഏറ്റെടുത്തുകൊണ്ട് കരയുവാൻ, ആ ഒരു ഭാരം ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. നമ്മളിൽ ഒരു മാറ്റം, ദൈവത്തെങ്കിലേക്കൊരു മടങ്ങിവരവ് ഈ നാളുകളിൽ നമുക്ക് സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.